കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ പോലീസിനെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വീഴ്ചയിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്വേഷണം. സമീർ സി മുഹമ്മദ് സമീർ, ഇമാമി തിരോധാന കേസ് വീണ്ടും കേരളത്തിന് ചർച്ചയിലേക്ക് എത്തിയത് പി വി അൻവർ നിരന്തരം ഉന്നയിക്കുന്നതുകൊണ്ടുകൂടിയായിരുന്നു. ആ പി വി അൻവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതിൽ കൃത്യമായ കണ്ണടക്കലുകൾ അന്വേഷണ സമയത്തുണ്ടായെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണ് അത് ശരിവെക്കുന്ന മട്ടിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോലീസിനെതിരെ പറയുന്നത്? സമീർ, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെയാണ് ഒരു ഘട്ടത്തിൽ എല്ലാ അന്വേഷണവും നിലച്ച മട്ടായിരുന്നു. പിന്നീടാണ് മുൻ MLA പി വി അൻവറിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള ചർച്ചകളും വന്നു. അതിനൊടുവിലാണ് പിന്നീട് ഈ വിഷയം സജീവമാവുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്റെ കേസ് അന്വേഷിച്ച ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഗോൾഡൻ അവേഴ്സിൽ പോലീസ് എടുക്കേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വ്യക്തിയെ, മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കോഴിക്കോട് നഗരത്തിൽ നിന്ന് കാണാതാകുമ്പോൾ സ്വാഭാവികമായും ആദ്യം അന്വേഷിച്ചെത്തേണ്ടത് CCTV ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തെ കാണാതായ ആ മേഖലയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളൊന്നും തന്നെ കൃത്യമായി ശേഖരിച്ചില്ല. പിന്നീട് അന്വേഷണം സജീവമാവുകയും ആ ഘട്ടത്തിൽ പിന്നീട് CCTV ദൃശ്യങ്ങൾ തേടി അന്വേഷണ സംഘം അത്തരത്തിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതൊന്നും കണ്ടെടുക്കാനും കഴിഞ്ഞില്ല. വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം അത് നശിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് ലോക്കൽ പോലീസിനെതിരെയും അതുപോലെ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിനെതിരെയും ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ 4 പേർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഈ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ കൂടി പരാമർശിക്കുന്നുണ്ട്. അതിൽ അന്നത്തെ നടക്കാവ് ഇൻസ്പെക്ടറായിട്ടുള്ള PK ജിജീഷ്, അതുപോലെ തന്നെ SI ആയിട്ടുള്ള ബിനു മോഹൻ, സീനിയർ CPO MP ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെയാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ കുടുംബവും അതുപോലെ തന്നെ ഈ മാമി ആക്ഷൻ തിരോധാന കമ്മിറ്റി അവരൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഒരു കാര്യമാണ്, ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നു, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നത്. ഹാഷ്മി, മാമി തിരോധാനത്തിൽ പ്രകടമായ രീതിയിൽ നഗ്നമായ രീതിയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വമുള്ള കണ്ണടക്കലാണെന്ന് പി വി അൻവർ പറയുന്നതിന് ശരിവെക്കാണ് പുലർത്തതിൽ ക്രൈംബ്രാഞ്ച്. അതിൽ എന്തായിരുന്നു പോലീസിൻ്റെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കണ്ണടക്കലിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം? ആരെ കാക്കാനായിരുന്നു, ആരെ രക്ഷിക്കാനായിരുന്നു? പി വി അൻവർ പറയുന്ന ബാക്കി ആരോപണങ്ങൾ അൻവർ പിന്നെയും കുറേ കാര്യങ്ങൾ മാമി തിരോധാനം ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അവരിലേക്ക് അന്വേഷണം എത്തുമോ അതോ ഈ പോലീസുകാർ നിൽക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.